നമുക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് സംഗീത സംവിധായകരാണ് എം ജയചന്ദ്രനും വിദ്യാസാഗറും. അതുപോലെ തന്നെ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇവരെ മൂന്നുപേരെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമ നന്ദനം, അതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ പൃഥ്വിരാജിന് അടുത്ത കുറച്ച് സിനിമകൾക്കുള്ള ഓഫേഴ്സ് ഒക്കെ ആയിട്ട് സംവിധായകർ വന്നു തുടങ്ങി. അതിലൊരു സിനിമയായിരുന്നു വിജി തമ്പി സംവിധാനം ചെയ്ത നമ്മൾ തമ്മിൽ. അതിൽ പൃഥ്വിരാജിന്റെ ഒപ്പം ഇന്ദ്രജിത്തിനെയും കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഇപ്പൊ പൃഥ്വിരാജിന്റെ ഇന്ദ്രജിത്തിന്റെ ഒക്കെ ആദ്യത്തെ സിനിമകളൊന്നും റിലീസ് ആയിട്ടില്ല. പക്ഷെ അപ്പോൾ തന്നെ വിജി തമ്പി രണ്ടാമത്തെ സിനിമയായിട്ട്, പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയായിട്ട് നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്തു. അതിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് വിദ്യാസാഗറിനെയാണ് അന്ന് പ്ലാൻ ചെയ്തത്, ലിറിക്സ് എഴുതാൻ ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ ഇവർ ഏകദേശം നന്ദനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത്, നന്ദനം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുക, അതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. പക്ഷെ അന്ന് പ്രൊഡക്ഷന്റെ ഒക്കെ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നീണ്ടുപോയി. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇവരതെല്ലാം എൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും കൂടി ഇതിനു വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ റെഡിയാക്കി. പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ മ്യൂസിക് ചെയ്തു. അത് ഓൾമോസ്റ്റ് ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ എൻ്റെ റെക്കോർഡിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ കമ്പോസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പൊ ഷൂട്ട് തുടങ്ങണ ഒരു സമയം നീണ്ടുപോയപ്പോൾ ഈ സമയത്ത് വിദ്യാസാഗറിന് വേറെ സിനിമയുടെ തിരക്കായിട്ട് വിദ്യാസാഗർ പോയി. അപ്പോൾ പകരം വിജി തമ്പിയുടെ തന്നെ മുമ്പത്തെ സിനിമകളുടെയൊക്കെ മ്യൂസിക് ചെയ്ത എം ജയചന്ദ്രൻ ഈ ടീമിലേക്ക് എത്തി. അപ്പോൾ എം ജയചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ പുത്തഞ്ചേരി പറഞ്ഞു, ഞാൻ ഇതിനൊരു ലിറിക്സ് എഴുതിയിട്ടുണ്ട്, വിദ്യാജി ഓൾറെഡി കമ്പോസിങ്ങും കഴിഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു എന്നാൽ അതൊന്ന് പാടി കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ പുത്തഞ്ചേരി ആ പാട്ട് വിദ്യാജി മ്യൂസിക് ചെയ്ത ആ മ്യൂസിക്കിൽ ആ പാട്ട് പാടി കേൾപ്പിച്ചു. ആ പാടി കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ എം ജയചന്ദ്രൻ പറഞ്ഞു ലിറിക്സ് കൊള്ളാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലിറിക്സിൽ തന്നെ ലിറിക്സ് മാറ്റണ്ട, ഈ ലിറിക്സിൽ തന്നെ ഞാൻ എൻ്റെതായ ഒരു മ്യൂസിക് ഇടാം എന്ന് പറഞ്ഞ് എം ജയചന്ദ്രന്റെ ഒരു മ്യൂസിക്കിൽ ആ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ജൂണിലെ നിലാമഴയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. അപ്പോൾ ഈ ജൂണിലെ നിലാമഴയിൽ നിന്നുള്ള ലിറിക്സ് വെച്ചിട്ട് തന്നെ പുത്തഞ്ചേരി വിദ്യാസാഗർ വേറെ മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇതേ ലിറിക്സിലാണ് എം ജയചന്ദ്രൻ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ആ പാട്ട് കമ്പോസ് ചെയ്തത്. അങ്ങനെ ആ പാട്ട് ഇറങ്ങി. സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. നമുക്കറിയാം ആ സിനിമ 2002 ഷൂട്ട് ചെയ്തിട്ട് 2008 2009 ഇറങ്ങി. കുറേ കാലം പെട്ടിയിലൊക്കെ കിടന്ന കാരണം അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു ആ സിനിമ. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ നന്ദനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ സിനിമ ഭയങ്കര ഹിറ്റ് ആവേണ്ടതായിരുന്നു. പക്ഷെ ഇതിലെ പാട്ടുകൾ അന്ന് ഈ ജൂണിലെ നിലാമഴ എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഇപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന പാട്ട് തന്നെയാണ്. ഇതിന്റെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ വിദ്യാസാഗർ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോയത് ലാൽ ജോസിന്റെ സിനിമകളായിരുന്നു. അതിലൊരു സിനിമയായിരുന്നു പട്ടാളം. പട്ടാളത്തിന് ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ്. അപ്പൊ അന്ന് നമ്മൾ തമ്മിലിന് വേണ്ടി ആദ്യം വിദ്യാജി കമ്പോസ് ചെയ്ത ആ മ്യൂസിക് വിദ്യാജി പട്ടാളത്തിന് വേണ്ടി യൂസ് ചെയ്തു. പുത്തഞ്ചേരി തന്നെ അതിന് ലിറിക്സ് എഴുതി. ആ പാട്ടാണ് ആരൊരാൾ, നമ്മൾ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയും ബിജുമാൻ ഇവരൊക്കെ കൂടിയുള്ള ഒരു മെലഡി സോങ് ആണത്, ആരൊരാൾ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോ ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ശരിക്ക് പുത്തഞ്ചേരി രണ്ട് പാട്ടിനും വേണ്ടി ലിറിക്സ് എഴുതി. ഈ ജൂണിലെ നിലാമഴയിൽ എന്ന് പറയുന്ന ആ ലിറിക്സ് ശരിക്ക് ഈ ആരൊരാൾ എന്ന് പറയുന്ന പാട്ടായിട്ട് വരേണ്ടതായിരുന്നു. അതായത് പട്ടാളത്തിൽ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന മ്യൂസിക് നമ്മൾ തമ്മിൽ വരേണ്ടതായിരുന്നു. പുത്തഞ്ചേരിയുടെ ആ ഒരു മിടുക്കാണ്. കാരണം ഏത് മ്യൂസിക് വന്നാലും അതിനനുസരിച്ചിട്ടുള്ള മീറ്ററിൽ പുത്തഞ്ചേരി ആ ലിറിക്സ് എഴുതും എന്നുള്ളത് പുത്തഞ്ചേരിയുടെ ഒരു വലിയ മിടുക്ക് തന്നെയാണ്. കാരണം നിമിഷ നേരം കൊണ്ടാണ് പുത്തഞ്ചേരിക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടാണെങ്കിൽ, ഇപ്പം നന്ദനത്തിലൊക്കെ ലിറിക്സിനെ കുറിച്ചൊക്കെ രവീന്ദ്ര മാഷ് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പുത്തഞ്ചേരി ഒരു കവിത പോലെയാണ് പുത്തഞ്ചേരിയുടെയൊക്കെ എഴുത്തെന്ന് പറയുന്നത്. ഈ അടുത്ത് വിജി തമ്പിയുടെ സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ്. എനിക്ക് കേട്ടപ്പോൾ എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു. കാരണം നമ്മൾ രണ്ടുപടി ജൂണിലെ നിലാമഴയിലായാലും ഈ പട്ടാളത്തിലെ ആരൊരാൾ എന്നുള്ള പാട്ടായാലും രണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ കേട്ട് നോക്കുമ്പോൾ കറക്റ്റാണ്. രണ്ടിന്റെയും ലിറിക്സ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഒരു മീറ്ററിലാണ്. രണ്ടും പുത്തഞ്ചേരിയാണ് എഴുതിയത്. അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. ഈ രണ്ട് സിനിമകളെ കുറിച്ചും ഈ രണ്ട് പാട്ടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുക.